ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ എസൻസ് ഓഫ് എ ഗോഡ്ലി മാൻ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ആ വിഷയങ്ങളുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ്. അന്ന് നമ്മൾ സംസാരിച്ചിരുന്നു, നമുക്ക് ജീവിതത്തിൽ കുറച്ചധികം റോളുകളുണ്ട്. അതിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന 2 റോളുകളുടെ കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന് ഭർത്താവാകുക എന്ന് പറയുന്നതും 2 പിതാവാകുക എന്ന് പറയുന്നതും. ഈ 2 തിരഞ്ഞെടുപ്പുകളും ഒരു തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, വളരെയധികം ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഭർത്താവിന്റെയും പിതാവിന്റെയും മൂല്യത്തെ വളച്ചൊടിക്കുകയോ വില കുറച്ച് കാണുകയോ ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ദൈവഭക്തനും ദൈവത്തെ അന്വേഷിക്കുന്നവനുമായ ഒരു നല്ല പിതാവാകുക എന്ന് പറയുന്നതും ഒരു ഭർത്താവാകുക എന്ന് പറയുന്നതും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ വചനമനുസരിക്കുന്ന ഒരു ദൈവഭക്തനായ ഒരു ഭർത്താവ് എപ്രകാരം ആയിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനമനുസരിക്കുന്ന ദൈവഭക്തനായ ഒരു പിതാവ് എപ്രകാരം ആയിരിക്കും, അവന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവഭക്തനായ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ എപ്രകാരം സ്നേഹിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എഫീസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് മുൻമേ തേജസ്സോടെ നിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം തന്നെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് നമുക്ക് വചനത്തിൽ നിന്നും ലഭിക്കുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകും. ഇവിടെ അവളുടെ ആവശ്യങ്ങളെ സ്വന്തം ആവശ്യങ്ങളെക്കാൾ മുന്നിൽ കണ്ടുകൊണ്ട് അവളുടെ അഭിപ്രായങ്ങൾക്കും അവളുടെ ആശങ്കകൾക്കും അവളുടെ സ്വപ്നങ്ങൾക്കും എല്ലാം നമ്മുടെ സ്വപ്നങ്ങളെക്കാളും നമ്മുടെ ചിന്തകളെക്കാളും നമ്മുടെ ആശങ്കകളെക്കാളും അവളുടെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക അല്ലെങ്കിൽ മൂല്യം നൽകുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് അപ്രകാരമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പങ്കാളിയെ ഏറ്റവും ശ്രേഷ്ഠമായി ഏറ്റവും ശ്രദ്ധയോടുകൂടി അവളെ പരിപാലിക്കേണ്ടതും അവളെ പോറ്റി പുലർത്തേണ്ടതും ഒരു ഭർത്താവ് എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അഫെക്ഷനോ അല്ലെങ്കിൽ അട്രാക്ഷനോ അല്ല, വളരെയധികം ഉത്തരവാദിത്വവും ത്യാഗവും നിറഞ്ഞ ഒരു കാര്യമാണ് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അതിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ ആവശ്യങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണും. അവരുടെ സന്തോഷവും ആത്മീയമായ വളർച്ചയും അവരുടെ സന്തോഷവും എല്ലാം നമ്മൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കഠിനമേറിയ ഒരു സാഹചര്യത്തിലും അവരെ നമ്മൾ ഏറ്റവും മൂല്യമേറിയ ഒരു സ്ഥാനത്ത് അവരെ കാണുകയും അവരുടെ ആ ഒരു എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക, അവരുടെ ചിന്തകൾക്കും അവരുടെ അഭിപ്രായങ്ങൾക്കും എല്ലാം മൂല്യം നൽകുന്ന ഒരു ജീവിതമായിരിക്കണം. അത് ക്രിസ്തു നമുക്ക് വളരെ വ്യക്തമായിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. തന്റെ സഭയെ ഏറ്റവും ശ്രേഷ്ഠമേറിയ രീതിയിൽ ദൈവം നമുക്ക് വചനത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. എഴുതിയ ലേഖനത്തിൽ ഇതിനെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-19 വാക്യം നമുക്ക് വായിക്കാം. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ, അവരോട് പരുഷമായി പെരുമാറുക. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അവർക്ക് ബഹുമാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ ബഹുമാനത്തിന് അർഹരാണ്. ദൈവത്തിന്റെ ആ ഒരു കൃപയ്ക്ക് കൂട്ടവകാശികളാണ് അവർ. അവരുടെ ആശങ്കകൾക്കും അവരുടെ ചിന്തകൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും എല്ലാം നമ്മൾ പിന്തുണയും ആ ഒരു ശ്രദ്ധയും എല്ലാം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ അവരുടെ മൂല്യത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ അവർക്ക് ഏറ്റവും ഒരു സ്ഥാനം നൽകുക അതിന് ആ ഒരു തുല്യമാണ്. കാരണം അവരെ ദൈവം നമുക്ക് പങ്കാളിയായിട്ട് തന്നിരിക്കുമ്പോൾ അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരുടേതായ കാര്യങ്ങളെ ചെയ്തു കൊടുക്കുക. നമ്മുടെ ഭാര്യമാരെ നമ്മൾ ബഹുമാനിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ അവരുടെ ആ ഒരു മൂല്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ ആ ഒരു പങ്കാളിയെ നമ്മൾ അവരുടേതായ എല്ലാ കാര്യങ്ങളിലും നമ്മളവരെ പരിപാലിക്കുക, അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏത് ചെറിയ കാര്യത്തിലായിരുന്നു പോലും അത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു ഹൃദയം കൊണ്ടും എല്ലാം നമ്മൾ അവരോട് വിശ്വസ്തരായിരിക്കുക. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമുക്ക് പ്രശംസിക്കാനായിട്ട് സാധിക്കും. അവർ ചെയ്തു തരുന്ന നല്ല കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരു ഭർത്താവായിരിക്കെ നമുക്ക് ഏറ്റവും വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്
ദീർഘക്ഷമ എന്ന് പറയുന്നത്. അവർ നമുക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കും. പക്ഷെ അതെല്ലാം നമുക്ക് പരസ്പരം ക്ഷമിക്കുവാനും ദൈവത്തിന്റെ മുമ്പിൽ അതെല്ലാം ഏറ്റുപറയുവാനായിട്ട് ഉള്ള ഒരു മനസ്സ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മളെക്കാൾ നമ്മുടെ പ്രോബ്ലംസും അല്ലെങ്കിൽ നമ്മുടെ കുറവുകളൊക്കെ നമ്മളെക്കാൾ നന്നായിട്ട് അറിയുന്നവനാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുക എല്ലാ കാര്യങ്ങളും ആ ഒരു ദൈവത്തിന്റെ മുമ്പിൽ ആ ഒരു പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ആ ഒരു സമർപ്പണ ബോധത്തോടു കൂടി ഇരുന്നുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന നീരസവും നമ്മുടെ ആ ഒരു ഈർഷ്യയെല്ലാം നമുക്ക് ആ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാനായിട്ട് അത് സഹായിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്രകാരം ദൈവികമായ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരവും ഏറ്റവും ദൈവത്തിന്റെ മുമ്പിൽ ശ്രേഷ്ഠവും ആയിരിക്കും. ജീവിതത്തിൽ താഴ്മയും അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കാനുള്ള ഒരു താഴ്മയുള്ള ഒരു മനസ്സും കേൾക്കാനുള്ള ഒരു ചെവി നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ആശയങ്ങളും അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കേൾക്കുവാനും അല്ലെങ്കിൽ അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഉൾക്കൊള്ളാനൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താഴ്മ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദൈവഭക്തനായ ഒരു ഭർത്താവിൻ്റെ ഗുണങ്ങളിൽ ഒന്നാണ് താഴ്മയുള്ള ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് വളരെയധികം ക്ഷമയും ത്യാഗവും എല്ലാം നിറഞ്ഞതാണ് ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്. അത് ദൈവത്തിന്റെ ആ ഒരു ആഗ്രഹപ്രകാരം ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ. എന്നാൽ ഈ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളെ നമുക്ക് ഏറ്റവും എളുപ്പത്തിലാക്കാനായിട്ട് ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ കഴിയുള്ളൂ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാതൃകയാണ് കർത്താവായ യേശു ക്രിസ്തു. അവന്റെ കാൽപ്പാടുകൾ പിന്തുടരുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായ മാർഗം. ദൈവത്തിന്റെ ആ ഒരു ഹിതപ്രകാരം ജീവിക്കുവാനായിട്ട് നമ്മൾ ഈ ഒരു ജീവിതം ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ നമ്മൾ അവന്റെ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കുക. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. പിന്നീടുള്ളതെല്ലാം നമുക്ക് വന്നു ചേരും. അപ്പോൾ തുടർന്നും കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ഒരു വിഷയത്തിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. താങ്ക് യു.